അപ്പോൾ നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൻ്റെ റിമൈനിങ് പോർഷനാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഭാഗം തുടക്കം ഭാഗം ക്ലാസ്സിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയാണ് ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് റൊട്ടേഷണൽ ഓഫ് ലീനിയർ മൊമെൻറ്റം. 1 മാർക്കിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് ലീനിയർ മൊമെൻറ്റത്തിൻ്റെ റൊട്ടേഷണൽ അനലോഗ് എന്താണെന്ന്. അപ്പോൾ നമുക്കറിയാം എന്താണ് ആംഗുലാർ മൊമെൻറ്റം. ഇനി അടുത്തതായിട്ട് ഒരു റിലേഷൻ ഓർത്ത് വയ്ക്കണം. അതായത് ആംഗുലർ മൊമെൻറ്റത്തിനെയും ലീനിയർ മൊമെൻറ്റത്തിനെയും കണക്ട് ചെയ്യുന്ന ഒരു റിലേഷനാണ് വെക്ടർ L is equal to വെക്ടർ R ക്രോസ് P എന്നുള്ളത്. പിന്നെ നമ്മൾ പഠിക്കേണ്ട വേറെ ടേം മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റം. മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റത്തിനെ നമ്മൾ വിളിക്കുന്നതാണ് മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റത്തിനെ നമ്മൾ ആംഗുലാർ മൊമെൻറ്റം എന്ന് വിളിക്കും. മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റത്തിനെ നമ്മൾ ആംഗുലാർ മൊമെൻറ്റം എന്ന് വിളിക്കും. മൊമെൻറ്റ് ഓഫ് ലീനിയർ മൊമെൻറ്റത്തിനെ ആംഗുലാർ മൊമെൻറ്റം എന്ന് വിളിക്കും. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ഡെറിവേഷനാണ് റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻറ്റം. അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം, ഷോ ദാറ്റ് ദ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു ദ ടോർക്ക് ആക്ടിങ് ഓൺ ഇറ്റ്. അപ്പോൾ നമുക്ക് ഡെറൈവ് ചെയ്യാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ആംഗുലർ മൊമെൻറ്റത്തിനെയും ലീനിയർ മൊമെൻറ്റത്തിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് വെക്ടർ L ഈസ് ഈക്വൽ ടു R ക്രോസ് P എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. R ക്രോസ് P എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്യും, ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്റ്റ് ടു ടി. ടിയുടെ ടേംസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, dL/dt ഈസ് ഈക്വൽ ടു d/dt ഓഫ് വെക്ടർ R ക്രോസ് P എന്ന് കിട്ടും. വെക്ടർ R ക്രോസ് P എന്ന് കിട്ടും. ദാറ്റ് ഈസ് dL/dt ഈസ് ഈക്വൽ ടു, നമുക്കിങ്ങനെ എഴുതാം, നമ്മൾ ഈ d/dt ആറിൻ്റെ ടേംസിലും പിൻ്റെ ടേംസിലും എഴുതാൻ പോവുകയാണ്. അപ്പോൾ അതായത് ഇവിടെ നമ്മൾ നോക്കിയാൽ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. പിന്നെ എഴുതാം ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അതാണ് പ്രൊഡക്റ്റ് റൂൾ. അത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ എഴുതാം, d ബൈ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് വെക്ടർ R ഇൻറ്റു dp/dt പ്ലസ് വെക്ടർ P ഇൻറ്റു dr/dt. ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇതിന് ഈ ഭാഗം നമ്മൾ എന്ത് ചെയ്തു, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തു. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇങ്ങനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇത് നമുക്കറിയാം വെക്ടർ P എന്ന് പറയുന്നത് മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണ്, m ഇൻറ്റു വെക്ടർ V ആണ്. അതുപോലെ dr/dt എന്ന് പറയുന്നത് എന്താണ്, വെലോസിറ്റി ആണ്. പിന്നെ അതുപോലെ dp/dt എന്ന് പറയുന്നത് ഫോഴ്സാണ്. വെക്ടർ F എന്നും കൊടുത്തു. ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ നേരത്തെ നമ്മൾ ചെയ്തു വെച്ച ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ അതെങ്ങനെ വരുമെന്ന് വെച്ചാൽ dL/dt ഈസ് ഈക്വൽ ടു R ഇൻറ്റു dp/dtക്ക് പകരം, അതായത് ഇവിടെ R ഇൻറ്റു dp/dtക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, F എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതുപോലെ P ഇൻറ്റു dr/dtക്ക് പകരം നമ്മൾ V എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പിക്ക് പകരം M എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ പിക്ക് പകരം MV വെക്ടർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതുപോലെ dr/dtക്ക് പകരം V എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എങ്ങനെ വരുന്നത് വെച്ചാൽ dL/dt അടുത്ത പേജിൽ എഴുതാം, dL/dt ഈസ് ഈക്വൽ ടു
ഈ ടേം എന്ത് ചെയ്യും, 0 ആയി പോവും. ഈ ടേം 0 ആയി പോവും. അപ്പോൾ ആർ ക്രോസ് എഫ് എന്ന് പറയുന്നത് എന്താണ്, ആർ ക്രോസ് എഫ് എന്ന് പറയുന്നത് ടോർക്ക് അല്ലെങ്കിൽ ടോ എന്ന് വിളിക്കാം, പ്ലസ് 0 വരും. അതായത് ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ടോ എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ടോർക്കിനെയും ആംഗുലർ മൊമെൻറ്റത്തിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റം ഓഫ് പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു ദി ടോർക്ക് ആക്ടിങ് ഓൺ ഇറ്റ് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. അത് നമ്മുടെ സ്റ്റേറ്റ് ചെയ്യാനൊക്കെ ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. അപ്പോൾ എന്താ വെച്ചാൽ, ഇഫ് ദ ടോട്ടൽ എക്സ്റ്റേണൽ ടോർക്ക് ഓൺ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ഈസ് 0 ദെൻ ദ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ഓഫ് സിസ്റ്റം ഈസ് കൺസർവ്ഡ്. അതായത് ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് എന്ന് പറയുന്നത്, ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ അവിടുത്തെ ആംഗുലർ മൊമെൻറ്റം എന്തായിരിക്കും, കൺസേർവ്ഡ് ആയിരിക്കും. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം പറയുന്നത്. അതിൻ്റെ പ്രൂഫ് വരുന്നത് ഇങ്ങനെയാണ്. ടോർക്ക് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡി എൽ ബൈ ഡി ടി എന്ന് കൊടുക്കാം. എക്സ്റ്റേണൽ ടോർക്ക് എന്താണ്, എക്സ്റ്റേണൽ ടോർക്ക് ഇവിടെ ആക്ട് ചെയ്യുന്നത് എന്താണ്, 0 ആണ്. അതായത് ഡി എൽ ബൈ ഡി ടി എന്ന് പറയുന്നത് എന്തായിരിക്കും, അപ്പോൾ 0 ആയിരിക്കും. അതായത് എൽ എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അതായത് കോൺസ്റ്റൻറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് 0 കിട്ടുക. അപ്പോൾ ഇവിടെ എൽ എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത്. ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിട്ട് റിമെയിൻ ചെയ്യുന്ന മോഷനൊരു എക്സാമ്പിളാണ് മോഷൻ ഓഫ് പ്ലാനറ്റ്സ് അറൗണ്ട് ദ സണ്ണ്. സണ്ണിന് ചുറ്റും ഈ പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നത് ആംഗുലർ മൊമെൻറ്റം കൺസർവേഷൻ്റെ ഒരു എക്സാമ്പിളാണെന്ന് പറയാം.